നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തെ ആരാധിക്കാം. ഒരു കരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന ആ വലിയ ആഹ്ലാദകരമായ ആനന്ദകരമായ ചിന്തയിലേക്ക് വരാം. ദൈവം നമ്മോടുകൂടെ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കരവേലയാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിന് വേണ്ടിയാണ്. നമ്മുടെ ആത്മാവിൽ ഭൂസ്വർഗങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിന് വസിക്കാൻ പറ്റിയ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നലെ മനസ്സിലാക്കി, മനുഷ്യനെ മാത്രമാണ് ദൈവം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ വ്യക്തിത്വവും ജീവനും നൽകി. ഒരിക്കലും അവസാനിക്കാത്ത ആൽഫായും ഒമേഗയുമായ ആ ദൈവിക ജീവൻ മനുഷ്യന് നൽകി. അങ്ങനെ നമ്മൾ ഇപ്പോൾ തന്നെ ആ നിത്യജീവന്റെ ആരംഭത്തിലാണ്. ആ നിത്യജീവന്റെ ഉറവ നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നെ നൽകിയിരിക്കുന്നു. ആ ബോധ്യത്തിൽ നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാവരും ശബ്ദമുയർത്തി ഹൃദയം തുറന്ന് സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഒരിക്കൽ കൂടി നമുക്ക് ആഗ്രഹത്തോടെ ഒന്ന് പാടാം. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ കത്തിപ്പടരുന്നതിന് ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. എല്ലാവരും ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിയാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ. അതിന്റെ അവസാന ഭാഗത്തിൽ പാടുന്നതാണ്, ദൈവാത്മാവ് എൻ്റെ ആത്മാവിൽ നിറഞ്ഞപ്പോൾ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ ദൈവാത്മാവ് എൻ്റെ ആത്മാവിൽ ലയിച്ചു. ഈ ഒരു വലിയ രഹസ്യമാണ് അനാവരണം ചെയ്യപ്പെടേണ്ടത്. ദൈവം മനുഷ്യന്റെ ആത്മാവിൽ ലയിച്ചിരിക്കുന്നു. എന്നാൽ ഈ ലയനത്തിൻ്റെ പൂർണ്ണത ലഭിക്കുന്നത് നമ്മൾ നമ്മുടെ വിശ്വാസം, നമ്മുടെ വിശുദ്ധി, ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. പക്ഷെ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണെങ്കിലും നമ്മളത് അറിയുന്നില്ല. അത് പടിപടിയായിട്ട് അറിയുകയാണ് വിശ്വാസത്തിൻ്റെ വളർച്ച, ദൈവാനുഭവത്തിൻ്റെ വളർച്ച. അതിങ്ങനെ അനന്തമായ ഒരു കാര്യമാണത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലാക്കുക, ദൈവം എവിടെയാ? ദൈവം നമ്മുടെ ആത്മാവിൽ ലയിച്ചിരിക്കുകയാണ്. ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ഒരാൾക്കും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല.
ഒരു പാപത്തിനും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോകും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. പരിശുദ്ധാത്മാവിനെ കർത്താവ് ഈശോ മിശിഹ നമുക്ക് വേണ്ടി തന്റെ രക്തം ചിന്തി നൽകിയിരിക്കുന്നതാണ്. പഴയ നിയമത്തിലെ ഒരു വചനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പലരും പറയാറുള്ളത്, ദാവീദ് രാജാവ് പാപം ചെയ്തു. ദാവീദ് രാജാവ് എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയല്ലേ. ദാവീദ് രാജാവിന്റെ രാജകീയ അഭിഷേകം നൽകുന്ന ആ രാജകീയ അഭിഷേകമാകുന്ന ആ പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ ആ അഭിഷേകം എടുത്തു കളയലെന്നാണ് പ്രാർത്ഥിക്കുന്നത്. സാവൂള് അഥവാ രാജാക്കന്മാരെ എല്ലാം അന്ന് നാടുവാഴി, നാട്ടുകാരല്ല വാഴിക്കണേ, അഥവാ ഇസ്രായേലിലെ രാജാവിന്റെ ദൈവമാണ് വാഴിക്കുന്നത്. പ്രവാചകരിലൂടെയാണ് അത് ചെയ്തിരുന്നത്. അപ്പൊ സാവൂൾ രാജാവിന്റെ അഭിഷേകം മാറ്റി ദാവീദ് രാജാവിനെ അഭിഷേകം ചെയ്തു. ദാവീദ് വല്ല കഴിവുണ്ടായിരുന്നപ്പോഴാണോ ദാവീദിനെ അഭിഷേകം ചെയ്തത്? വെറും ഒരു ആട്ടിടയനായിരുന്നപ്പോൾ. അവന്റെ വല്ല കഴിവും കൊണ്ടാണോ? അവന്റെ വിശുദ്ധി കണ്ടിട്ടാണോ? അപ്പോൾ ദൈവത്തിന്റെ ഹിതമാണ് അവിടെ. ദൈവത്തിന് അനന്തമായ ചിന്തയുണ്ട്, ബോധ്യമുണ്ട്. അപ്പോൾ ഇസ്രായേലിലെ രാജാക്കന്മാർ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവരോട് പ്രവാചകന്മാർ സംസാരിക്കും. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവാത്മാവ് പ്രവാചകരിലൂടെ സംസാരിക്കും. എന്നിട്ടും അവർ അതനുസരിക്കുന്നില്ലെങ്കിൽ അവരിൽ നിന്നും ആ രാജകീയ അഭിഷേകത്തെ എടുത്ത് മാറ്റി എന്ന് പറഞ്ഞാൽ ആ രാജാവ് ഡിസ്മിസ് ആയി, ഇല്ലേ? ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും. എന്നിട്ട് പുതിയ രാജാവിനെ അഭിഷേകം ചെയ്യും. അപ്പോൾ ഇസ്രായേലിലെ രാജാവ് എന്നും ഈ ഒരു ഭയത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ രാജാവൊക്കെയാണ്, പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ, ദൈവത്തിന്റെ ഹിതത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ എന്നെ പറഞ്ഞുവിടും. എന്ന് പറഞ്ഞാൽ എന്റെ അഭിഷേകം എടുത്തു മാറ്റും. ആ അഭിഷേകമാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. എന്നെ എന്റെ രാജകീയ സിംഹാസനത്തിൽ നിന്ന് എടുത്ത് മാറ്റല്ലേ, ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്നോട് ക്ഷമിക്കണേ. എന്നാൽ കർത്താവ് ഈശോ മിശിഹ തന്റെ രക്തം ചിന്തിയിട്ട് വാങ്ങിത്തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നേക്കും, ഈശോ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എന്ന് പറഞ്ഞ എല്ലാവരും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ഒരു പരിശുദ്ധാത്മാവിനെ അയക്കും. ആ പരിശുദ്ധാത്മാവ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവിനും പുത്രനും സമനായവനും, പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉത്ഭവിക്കുന്നവനും ജീവദാതാവും ആയ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ത്രിത്വത്തിലെ മൂന്നാമത്തെ ആൾ ആയ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ ലയിച്ചുകൊണ്ട്, ത്രിത്വത്തെ മുഴുവനും നമ്മളിൽ ലയിപ്പിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും നീതീകരിക്കുകയും മഹത്വീകരിക്കുകയും ചെയ്തുകൊണ്ട് പാപിയെ വിശുദ്ധനാക്കുന്നു. ഇത്രയേ ഉള്ളൂ പരിശുദ്ധാത്മാവിന്റെ ടാർഗറ്റ്. നീ എത്ര വലിയ പാപി ആയാലും ഞാൻ വന്നേക്കണത് നിന്നെ ഒരു വിശുദ്ധനാക്കാനാണ്. നീ പാപിയാണെന്നൊന്ന് സമ്മതിച്ചു കിട്ടുകയാണെങ്കിൽ എളുപ്പം കാര്യം നടക്കും. മറിച്ച് എനിക്ക് പാവമൊന്നുമില്ല, ഞാൻ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്, എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ടാന്ന് മല്ലടിക്കുകയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ എങ്ങനെയായാലും ഒരു സമയത്ത് നിന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവരും. പാപിയെ വിശുദ്ധരാക്കും. നമ്മളെല്ലാവരും വിശുദ്ധരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ വാസ്തവത്തിൽ ഇവിടുത്തെ സിറ്റിസൺസേ അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതാ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഇവിടെ കുറച്ചു നാളത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ വന്നേക്കണതാണ്. കണ്ടോ? അപ്പോൾ ആ ലയനത്തിന്റെ അവസ്ഥയൊന്നും ഉള്ളിൽ കണ്ടുകൊണ്ട്
ഈ അവസാനത്തെ സ്റ്റെപ്പ് പാടിയിട്ട് നമ്മളൊന്നുകൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ആത്മാവിനിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ദൈവാത്മാവെന്റെ ആത്മാവിൽ ലയിച്ചു. ആബപിതാവെന്ന് ഞാൻ വിളിച്ചു. ദൈവാത്മാവെന്റെ ആത്മാവിൽ ലയിച്ചു. അബപിതാവെന്ന് ഞാൻ വിളിച്ചു. ആത്മാവേ പരിശുദ്ധാത്മാവേ, എല്ലാവരും കൈയടിച്ചു പാടാം. ആത്മാവേ എന്റെ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞൊഴുകണം. അധരം തുറന്ന് ശബ്ദമുയർത്തി അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പകരണമേ. സ്നേഹാഗ്നി ജ്വാലയായി ഹലബല 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 ശാല ഹലബല ഉലായിയ ഹീരിയല ഹലബല ഉലായിയ ഹീരിയല ഹലബല ഉലായിയ. പടരട്ടെ പടരട്ടെ, നമ്മുടെ ആത്മാവിൽ പടരട്ടെ, നമ്മുടെ മനസാക്ഷിയിൽ പടരട്ടെ, നമ്മുടെ ഹൃദയത്തിൽ പടരട്ടെ, ചിന്തകളിൽ പടരട്ടെ, ഭാവനയിൽ പടരട്ടെ, ബോധ്യങ്ങളിൽ പടരട്ടെ. നമ്മിലുള്ള എല്ലാ അശുദ്ധിയും നിഹനിക്കട്ടെ. നമ്മിലുള്ള തെറ്റായിട്ടുള്ള ബോധ്യങ്ങൾ എടുത്ത് മാറ്റട്ടെ. ശല ഹലബല 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 ശല ഹലബല ഹലബല. ജ്ഞാനം നൽകണമേ, വിജ്ഞാനം നൽകണമേ, വിവേകം നൽകണമേ, വിശുദ്ധി നൽകണമേ, വിശ്വാസം നൽകണമേ. ശല ഹലബല ഹലബല ശലബല ഹലബല ഹലബല. നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. സ്വതന്ത്രമായി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 ശലബല ഹലബല. എല്ലാവരും സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ത്രിത്വൈക ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം നമ്മളെ ശക്തീകരിക്കുന്നതിന്, നമ്മെ നീതീകരിക്കുന്നതിന് വേണ്ടി ദാഹിക്കുകയാണ്. ദൈവം നമ്മിൽ തന്നെ വസിക്കുന്നു. ദൈവം നമ്മിനോട് കൂടെ. ആ ബോധ്യത്തോടെ നമുക്കെല്ലാവർക്കും ചേർന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നമ്മുടെ കൂടെ ബലവാനാം എല്ലാവരും താവെന്നേക്കും ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ഒരിക്കൽ കൂടി ബോധ്യത്തോടെ നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും
എന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെങ്ങും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. കണ്ണടച്ച് നമ്മുടെ ആത്മാവിലേക്ക് ജ്ഞാനസ്നാനത്തിലൂടെ ദൈവം വലിയ നിധികൾ തന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. ജ്ഞാനസ്നാനം നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വരദാന ഫലങ്ങളും നമ്മൾക്ക് സൗജന്യമായി നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിലേറ്റവും വലിയ ഒന്നാണ് നീതീകരണത്തിൻ്റെ കൃപാവരം. ദൈവം നമ്മുടെ പാപങ്ങൾ നമുക്കെതിരെ പരിഗണിക്കാതെ തൻ്റെ പുത്രനെ അയച്ച് നമ്മൾ പാപം മൂലം ബന്ധനത്തിനായിരിക്കെ നമ്മൾക്ക് മോചനദ്രവ്യമായി നൽകിക്കൊണ്ട് നമ്മളെ അതിൽ നിന്നും മോചിപ്പിച്ചു. ശിക്ഷയിൽ നിന്നും, പാപത്തിൽ നിന്നും, പാപത്തിൻ്റെ എല്ലാ അനന്തരഫലങ്ങളിൽ നിന്നും, ശാപത്തിൽ നിന്നും, സകല ശാപങ്ങളിൽ നിന്നും, പാപത്തിൻ്റെ ഏറ്റവും വലിയ അനന്തരഫലമായ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശിക്കുന്നതിൻ്റെ തടസ്സത്തിൽ നിന്നും മാറ്റിയിരിക്കുന്നു. അതാണ് നീതീകരണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആദ്യം നിങ്ങൾ ആ ദൈവനീതിയെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും അറിയുക, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്കറിയാൻ സാധിക്കും. അത് ജ്ഞാനമാണ്. ജ്ഞാനസ്നാനത്തിലൂടെ ഞങ്ങളിലേക്ക് തുറന്നിരിക്കുന്ന ആ ജ്ഞാനം, ഓ പരിശുദ്ധാത്മാവേ, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും പരിത്രാണവും വിശുദ്ധീകരണവുമാക്കി നൽകിയിരിക്കുന്നു. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മിലേക്ക് ത്രിത്വൈക ദൈവം കടന്നു വന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പിതാവിൻ്റെ ഓമന മക്കളായി നാം മറ്റൊരു ക്രിസ്തുവായി മാറിയിരിക്കുന്നു. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് സ്നാനം സ്വീകരിച്ചിരിക്കുന്നവരെ യേശുവിനെ ധരിച്ചിരിക്കുന്നു. ഓ ജ്ഞാനമേ, എന്നിൽ വസിക്കുന്ന ജ്ഞാനമേ, ഓ പ്രകാശമേ, എന്നിലുള്ള അജ്ഞത അകറ്റണമേ, എന്നിലുള്ള അന്ധത അകറ്റണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറഞ്ഞു തുളുമ്പണമേ. ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുക, ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുക. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, വിവേകം നൽകണമേ, വിവരം നൽകണമേ, വിശ്വാസം നൽകണമേ, വിശുദ്ധി നൽകണമേ. പ്രധാനമായി ജ്ഞാനം. ജ്ഞാനത്തിൻ ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ദാഹത്തോടെ ജ്ഞാനത്തിൻ ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യവാഗ്ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള പല ബോധ്യങ്ങളും മാറ്റുന്ന പരിശുദ്ധാത്മാവ് പുതിയ ബോധ്യങ്ങൾ നൽകിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ വളർച്ചയിലേക്ക് നമ്മളെ കുതിച്ചുയർത്തണം. വിശ്വാസം
പടിപടിയായി വളരുന്ന ആ കർമ്മല മലകയറ്റമാണ്. ആ കാർമൽ മലയിലേക്ക് കടന്നു വരാൻ ആ മല കയറിയ ഏലിയ പ്രവാചകൻ മറ്റെല്ലാ പ്രവാചകന്മാരും വിട്ടുപോയി. 400 പ്രവാചകന്മാർ കർത്താവിനെ വിട്ടുപോയി. ഏലിയ ഒരാൾ മാത്രമേയുള്ളൂ ആ കർമ്മല മലയിൽ. ഇതാണ് വിശ്വാസം. ഒരു ഭൂരിപക്ഷത്തിന്റെ പാർട്ടിയല്ല. 400 പ്രവാചകന്മാരും വിട്ടുപോയി, എന്നിട്ടും ഏലിയ വിട്ടുപോയിട്ടില്ല. ഏലിയ പറയുകയാണ്, സത്യദൈവം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ ദൈവത്തെ വിട്ടു പോകില്ല. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. വരുവിൻ, നമുക്ക് ഒരു ബലി അർപ്പിക്കാം. നിങ്ങൾ ബലിയർപ്പിക്കുവിൻ, ഞാനും ബലിയർപ്പിക്കാം. പക്ഷേ തീ കൊളുത്തരുത്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ള ഒരു വെല്ലുവിളി. ഈ ക്രിസ്തീയത എന്ന് പറയുന്നത് ഒരു പാർട്ടി വ്യവസ്ഥിതിയല്ല. ഭൂരിഭാഗം ആൾക്കാർ അങ്ങനെ പറയും. കണ്ടോ, 400 പ്രവാചകന്മാരും പാർട്ടി വിട്ടു, എന്നിട്ടും ഏലിയ പോയോ? അതാണ് ഇന്ന് ആവശ്യമുള്ള വിശ്വാസം. നമ്മളിപ്പോ എനിക്ക് വാട്സപ്പിലും അവരുടെയൊക്കെ മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ കണക്കിന് പോകുകയാണെങ്കിൽ ക്രിസ്തീയതയെ മുസ്ലിങ്ങൾ ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര വർഷം കഴിയുമ്പോൾ ഇല്ലാതാവും. അവർ പറയണത് നമ്മൾ കുറച്ച് മക്കളെ നമുക്ക് ഉണ്ടാകുന്നുള്ളൂ, അവർക്ക് ഒരുപാട് മക്കളുണ്ടാകുന്നു. അപ്പോൾ ജോമെട്രിക്കലി നോക്കുകയാണെങ്കിൽ, കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്ര വർഷം കഴിയുമ്പോൾ ഈ കണക്കിന് പോകുകയാണെങ്കിൽ അവരായിരിക്കും കൂടുതൽ, നമ്മൾ വളരെ കുറവായിരിക്കും. ഇതൊന്നും ശരിയാണ്. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. നമ്മൾക്ക് കൂടുതൽ മക്കൾ വേണം. അതിപ്പോൾ അവരെ കടത്തി വെട്ടാൻ വേണ്ടിയൊന്നുമല്ല മക്കൾ വേണ്ടത്. കർത്താവ് നമുക്ക് മക്കളെ തരാൻ ആഗ്രഹിക്കുന്നു. ആ മക്കളെ നമ്മൾ സ്വീകരിക്കണം. എന്നാൽ ഇതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ എത്ര ജനകോടികൾ നമുക്ക് എതിര് വന്നാലും ഒരു വ്യക്തിയിൽ ക്രിസ്തു നിറഞ്ഞു തുളുമ്പുന്ന ഒറ്റ വ്യക്തി മതി ഈ 10,000-ങ്ങളെയും കീഴടക്കാൻ. അതാണ് പഴയ നിയമത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത്. മഗ്ബായ യുദ്ധത്തെ കേട്ടിട്ടുണ്ടല്ലോ. 2 മഗ്ബായരില് 8-ാം അധ്യായത്തില് 18-ാമത്തെ വചനം പറയുകയാണ്. അപ്പോ അവരുടെ അടുത്ത് അധികം യുദ്ധ പടയാളികളില്ല. എന്നാൽ അവരുടെ എതിർ പാർട്ടിയിൽ ഇവരെക്കാൾ വലിയ പട്ടാള സൈന്യവും പടക്കോപ്പുകളുമാണ്. എന്തു ചെയ്യും? ഇതാണ് വിശ്വാസത്തിലുള്ള ഒരു മുന്നേറ്റം. എന്ന് വായിച്ചേ. 2 മഗ്ബായർ അധ്യായം 8-ൽ 18-ാമത്തെ വചനം പറയുകയാണ്. വായിച്ചേ എല്ലാവരും ശബ്ദമുയർത്തി. നമുക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ. അവർ യുദ്ധ കോപ്പുകളിലോ പടയാളികളുടെ നമ്പറിലോ അല്ല അവർ പ്രത്യാശ വെച്ചത്. എന്നിട്ട് വളരെ രസമാണ്. ഇപ്പൊ ഞാൻ പറയൂലേ, നിങ്ങൾ വചനം ഉച്ചത്തിൽ ഏറ്റുപറയാൻ എപ്പോഴും പറയൂലേ, അത് ഈ വചനത്തിൽ നിന്ന് തുടങ്ങിയതാ. നോക്കിയ തുടർന്ന് 22-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. വായിച്ചു. ഏൽപ്പിച്ചു. എലിയാസറിനോട് പറഞ്ഞു,
കണ്ടോ? വിശുദ്ധ ഗ്രന്ഥം ഉച്ചത്തിൽ വായിക്കാൻ എലിയാസറെ നിയമിച്ചു. കണ്ടോ? യുദ്ധം നടക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ്. ഇത്ര 1500 പേർ അടങ്ങുന്ന ഒരു സംഘം പടയാളികൾ 3 ഗണമായിട്ട് നീങ്ങണം. ഇനി എന്താ ചെയ്യേണ്ടത്? വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് ഒരു സൈന്യാധിപൻ മുന്നോട്ട് പോകണം. എന്ത് ചെയ്യണം? യുദ്ധക്കളത്തിൽ വിശുദ്ധ ലിഖിതം ഉച്ചത്തിൽ വായിക്കണം. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് ഒരു മുദ്രാവാക്യവും കൊടുത്തു. എന്താണ് മുദ്രാവാക്യം? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇവരെല്ലാവരും എന്നിട്ട് വിളിച്ചു പറയണം. എന്ത് വിളിച്ചു പറയണം? എല്ലാവരും ഒന്ന് പറഞ്ഞ് സഹായം ദൈവത്തിൽ നിന്ന് എന്ന് പറഞ്ഞ എല്ലാവരും മുദ്രാവാക്യം, അടയാളവാക്യം എന്നുള്ളതിന് ഇങ്ങനെ ഒരു അർത്ഥമാണ്. നമ്മളുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഈ പടയാളികൾ എല്ലാവരും ഒന്നിച്ച് ഉച്ചത്തിൽ പ്രഘോഷിക്കുകയാണ്. എല്ലാവരും ശബ്ദമുയർത്തി ഏറ്റവും ഉച്ചത്തിൽ പറഞ്ഞ് സഹായം ദൈവത്തിൽ നിന്ന്. പോരാ 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 ഒന്നുകൂടി, സഹായം ദൈവത്തിൽ നിന്ന്. കണ്ടോ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നേറിയപ്പോൾ ഇതാ ശരിക്കും ആ സഹായം അവിടെ കണ്ടു. അവരുടെ സൈന്യം മറ്റവരുടെ 10,000-കണക്കിന് സൈന്യങ്ങളെ വെട്ടിവീഴ്ത്തിക്കൊണ്ട് യുദ്ധം ജയിച്ചു. അപ്പൊ നമ്മൾ മൈനോറിറ്റി ആയിരിക്കാം, പക്ഷെ നമ്മുടെ ശക്തി മെജോറിറ്റിയെ കീഴടക്കുന്ന ശക്തിയാണ്. പണ്ട് മതപീഡനം നടക്കുന്ന സമയത്ത് ഒരു 1999-2000 നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര പീഡനം. അപ്പോൾ ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയിൽ അന്നത്തെ അതിനു മുമ്പുണ്ടായിരുന്ന എഡിറ്ററായിരുന്ന ഖുഷ്വന്ത് സിംഗിനെ കേട്ടിട്ടുണ്ടല്ലോ. ഖുഷ്വന്ത് സിംഗിന്റെ ഒരു ആർട്ടിക്കിളാണ്. ആ തലക്കെട്ടൂരൊക്കെ വെച്ചിട്ട് പടമൊക്കെ വെച്ചിട്ട് പുള്ളി എഴുതിയിരിക്കുകയാണ്, എന്തിനാണ് ഈ ഹിന്ദുക്കൾ മുഴുവൻ ഈ ക്രിസ്ത്യാനികളെ ഭയപ്പെടുന്നത്? അവർ വെറും 2% ഉള്ളൂ. ഈ 98% ആൾക്കാരും ഈ 2% ആൾക്കാരെ പീഡിപ്പിക്കേണ്ട എന്ത് കാര്യം? അപ്പോ തീർച്ചയായിട്ടും എന്തോ കാര്യമുണ്ട്. കാര്യം ഇതാണ്, ഇവര് ഈ 2% ആൾക്കാർ ഈ രാജ്യത്ത് ചെയ്യുന്ന നന്മ ഈ 98% ആൾക്കാരും ചെയ്യാത്തതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ 98% ആൾക്കാരും ചെയ്യാത്തതിൽ വലിയ നന്മ ഈ 2% ആളുകൾ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഭയം. ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇവര് വലിയ ഒരു ശക്തിയായി മാറും. ഒരു പൊളിറ്റിക്കൽ സെൻസിൽ അയാൾ എഴുതുകയാണ്. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നല്ല പാഠം, നമ്മളെ കർത്താവ് നയിക്കുന്നത് ഇങ്ങനെ സംഖ്യബലത്തിലല്ല, കരബലത്തിലല്ല, ആത്മാവിന്റെ ശക്തിയാലത്രേ. 19 വയസ്സ് മാത്രം പ്രായമായിരുന്ന ജിയോവൻ ഓഫ് ആർക്കിനോട് കർത്താവ് അരുളി ചെയ്തു, നീ ഫ്രാൻസിലെ രാജാവിന്റെ അടുത്ത് എന്ന് പറയണം, രാജാവേ നീ ഇങ്ങനെ ഇരിക്കരുത്, നീ യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്ത് ഈ രാജ്യത്തെ പിടിച്ചെടുത്ത് ക്രിസ്തീയ രാജ്യമാക്കി മാറ്റണം. അതിന് കർത്താവ് അരുളി ചെയ്യുന്നു, ജിയോവൻ ഓഫ് ആർക്ക്, നിന്നെ അതിന്റെ കമാൻഡറായിട്ട് ഞാൻ നിയമിക്കുന്നു. 19 വയസ്സുകാരി യുദ്ധം ഫ്രഞ്ച് ആർമീനെ നയിക്കുന്ന കമാൻഡർ ആകുന്നു. ഇവൾക്കിത് മനസ്സിലാവുന്നില്ല. എന്ത് പറയട്ടെ, ഞാൻ ഒരു പെൺകുട്ടി, യുദ്ധമോ വിവാഹമോ പരിചയമോ ഒന്നും ഇന്നവരെ കണ്ടിട്ടില്ല. ഞാനാണ് അരുളി ചെയ്യുന്നത്, നീ പോകൂ. ഇതാ സന്ദേശം രാജാവിന് അവൾ കൊടുക്കുകയാണ്. രാജാവാകെ അവസാനം രാജാവ് അവളെ വരുത്തി. രാജാവ് അവളെ കാണാനുള്ള ദർശനം കൊടുത്തു. അവളെ രാജാവ് പല രീതിയിൽ പരീക്ഷിച്ചു നോക്കി. അവൾക്ക് ദൈവത്തിൽ നിന്ന് ദൂത് കിട്ടുന്നുണ്ടോ? ആദ്യത്തെ പരീക്ഷണം ഇതായിരുന്നു. രാജാവിന്
ദൈവം ഒരു ബുദ്ധി കൊടുക്കുകയാണ്, പരീക്ഷിക്കണം എങ്ങനെയാന്നുള്ളത്. രാജാവ് എന്ത് ചെയ്തു? ആ സിംഹാസനത്തിൽ നിന്ന് മാറി വേറൊരാൾ അവിടെ ഇരുത്തി. ഈ പെണ്ണിനെ പരീക്ഷിക്കാൻ വേണ്ടിയാ. ഇവള് ശരിക്കും ദൈവത്തിന്റെ സന്ദേശവാഹകയാകോ എന്നറിയാൻ. എന്നിട്ട് രാജാവ് മാറി ആളുകളുടെ കൂട്ടത്തിൽ നിന്നു. അവിടുത്തെ ഒരു സൈന്യമേധാവിയെ രാജാവിന്റെ വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് ഈ സിംഹാസനത്തിലിരുത്തി. ഇവളെ സ്വീകരിക്കുകയാണ്. ഇവൾ വന്ന് സിംഹാസനത്തിന് മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, ഇത് രാജാവല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് കണ്ടോ, മേല് കോരി ധരിക്കുന്നു. അപ്പോഴേ അവർക്കൊക്കെ സമാധാനമായി. ഇത് വാസ്തവത്തിൽ ഇവൾ ദൈവത്താൽ അയക്കപ്പെട്ട ഒരാളാണ്. എന്നിട്ട് അവളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ചെന്നിട്ട് നേരെ രാജാവ് അവിടെ നിൽക്കണം. രാജാവിൻ്റെ അടുത്ത് ചെന്നു. രാജാവ് ഒരു സാധാരണ വസ്ത്രത്തിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും അവരുടെ ഫസ്റ്റ് കൺഫർമേഷനായി ഇവള് പറയണത് ശരിയാണ്. അങ്ങനെ എന്തൊരത്ഭുതം! 19 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവളുടെ പാവാടയൊക്കെ മാറ്റി പാന്റും ഷർട്ടും സൈന്യത്തിന് ഒരു പട്ടാളക്കാരന്റെ ഡ്രസ്സും വിട്ട് തലമുടിയൊക്കെ വെട്ടി മാറ്റിയിട്ട് അവള് അങ്ങ് യുദ്ധത്തെ നയിക്കുന്ന കമാൻഡർ ഇൻ ചീഫായിട്ട് നീങ്ങുകയും മറ്റ് കമാൻഡേഴ്സ് എല്ലാം ഇവള് പറയണം മാത്രം. ഇവൾ ആരോട് ചോദിച്ചിട്ടാ പറയണേ? ഇവൾക്ക് നേരെ കർത്താവിന് ഐഡിയാണ്. അവള് പതാകയുമായിട്ട് നീങ്ങി. അങ്ങനെ ചരിത്ര സംഭവമാണ്. ഫ്രാൻസ് യുദ്ധം ജയിക്കുകയും ഇംഗ്ലീഷുകാർ തോക്കുകയും രാജ്യം പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ അതിദാരുണമാണ്. അതും കർത്താവ് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കണം. പക്ഷേ സഭയുടെ അന്നത്തെ മേലധികാരികളുടെ ഇൻക്വിസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ്, അതായത് അവരുടെ ആ ഫരിസേയ മനോഭാവം കൊണ്ട് അവർ ഇവളെ തെറ്റായി മനസ്സിലാക്കി. ഇവൾക്ക് കിട്ടിയ ഈ സന്ദേശങ്ങളൊക്കെ പാഷാണ്ഡതയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവളെ അതിനനുസരിച്ചുള്ള ശിക്ഷയ്ക്ക് വിധിക്കുകയും അങ്ങനെ ആ കാലഘട്ടത്തിലെ മനുഷ്യനീതി അനുസരിച്ച്, ദൈവനീതിയല്ല, അവളെ ജീവനോടെ തീയിൽ കത്തിച്ച് കൊല്ലുകയാണ് ചെയ്തത്. അവള് അത് സ്വീകരിക്കുകയും അവള് പറഞ്ഞു, വെറുത്തു, എന്റെ മുമ്പിൽ ഒരു കുരിശ് കൊണ്ടുവന്ന് നിൽക്കൂ, എന്നിട്ട് നിങ്ങൾ കത്തിച്ചോളൂ. അവൾ ആ കുരിശ് കണ്ടുകൊണ്ട് നിന്ന് ഇങ്ങനെ കത്തി 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 പോവുകയാണ്. അവളെ പിന്നീട് മനസ്സിലായി അവൾ വലിയൊരു വിശുദ്ധയാണെന്നും അങ്ങനെ ഫ്രാൻസിലെ ഏറ്റവും പേരുകേട്ട ശക്തയായ ഒരു വിശുദ്ധയാണ് ഇന്ന് ജോൻ ഓഫ് ആർക്ക്. ജോൻ ഓഫ് ആർക്കിന്റെ സിനിമ കാണണം. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒന്നും ഉടനെ കാണണം. അപ്പോ ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് പലരും. ദൈവത്തിന്റെ ശക്തിയുടെ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയില്ലേ, ആ ദാവീദിനെ തന്നെ ഒരു ഇടയനായിരുന്ന കുഞ്ഞ് ദാവീദിനോട് പറയുകയാണ്, നീ യുദ്ധം ചെയ്യാൻ പോവാൻ. വീണ്ടും ആ ഇടയനായ ദാവീദ് ഇതാ യുദ്ധക്കളത്തിലേക്ക് വന്നിട്ട് രാജാവിനോട് പറയുകയാണ്, നിങ്ങൾ എന്തേ കാണിക്കണം? 40 ദിവസമായിട്ട് ഈ രാക്ഷസൻ, ഈ മല്ലൻ നമ്മളോട് വെല്ലുവിളിച്ചിട്ട് ദൈവജനത്തിൽ നിന്ന് ആരും അതിന് യുദ്ധം ചെയ്യാനില്ലെന്നോ രാജാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഈ മല്ലൻ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്ത് ജയിക്കുന്നവന് എന്റെ രാജാവിന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കും, രാജ്യത്തിന്റെ പകുതിയും കൊടുക്കും. എന്നിട്ട് പോലും ഒരു മനുഷ്യനും യുദ്ധം ചെയ്യാനില്ല. അങ്ങനെ 40 ദിനരാത്രങ്ങൾ ഭയന്നു വിറച്ച് ഇസ്രായേലിന്റെ സൈന്യം. എന്തുകൊണ്ടാ? രാജാവായ സാവൂളിൽ അഭിഷേകം ഇല്ല. അഭിഷേകമായിട്ടാണ് ഇപ്പോ ഈ ദാവീദിലേക്ക്. ഞാൻ യുദ്ധം ചെയ്യാം എന്ന് കേട്ട ഉടനെ തന്നെ ന്യൂസ് സാവൂളിന്റെ ചെവിയിലെത്തി.
ഒരാളുണ്ടോ യുദ്ധം ചെയ്യാൻ? സമാധാനമായി. എവിടെ? അയാളെ കൊണ്ടുവാ. നോക്കിയപ്പോ എന്താ? ഒരു ബാലൻ. ആകെ സാവൂളിന് മൂഡൌട്ടായി. ഇവനൊരു ബാലനാണല്ലോ, നീ ഒരു കുമാരനാണല്ലോ, നീ എങ്ങനെ ഇത്രയും വലിയ മല്ലനോട് യുദ്ധം ചെയ്യും? കേട്ടോ, രാജാവ് നോക്കുന്നതെല്ലാം ശക്തിബലം, ഖരബലം, മസിൽ പവർ, ഇതാണ് ഭൗതികമായ ചിന്ത. അപ്പോ ദാവീദ് പറഞ്ഞു, പ്രഭു, ഞാൻ ഒരു ആട്ടിടയനാണ്, പക്ഷേ എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. എന്റെ ദൈവം എന്റെ ആടുകളിൽ ഒരാടിനെയെങ്കിലും ഒരു സിംഹമോ കരടിയോ പിടിച്ചു കൊണ്ടുപോകുകയാണെങ്കിൽ ഞാൻ അവരെ വിടാതെ പുറകെ പോകും. അങ്ങനെ പുറകെ പോയി സിംഹങ്ങളുടെയും കരടികളുടെയും ജട പിടിച്ച് അവരെ അടിച്ചു കൊല്ലും. എന്റെ ആടിനെ ഞാൻ രക്ഷിക്കും. അങ്ങനെ സിംഹത്തിന്റെയും കരടിയുടെയും വായിൽ നിന്ന് എന്നെ രക്ഷിച്ച എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ആ ദൈവം ഇന്ന് ഈ അപരിച്ഛേദനായ ഫിലിസ്ത്യനെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും ഞാൻ അവനെ കൊല്ലുകയും അവന്റെ തല വെട്ടിയെടുക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നാ പോയിക്കൊള്ളൂ. ഗോഡ് ബി വിത്ത് യു. എന്നിട്ടും രാജാവ് എന്റെ പടച്ചട്ട നീ അണിഞ്ഞോ? ഇല്ല രാജാവേ, അതെനിക്ക് യോജിക്കില്ല. ഞാൻ എന്റെ സാധാരണ യുദ്ധായുധങ്ങൾ എന്റെ അടുത്ത് ഒരു കവണയും ഈ കല്ലുകളും മതി. കണ്ടോ, ഈ കല്ലുകൾ അവിടെ കിടപ്പുന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ ആരെങ്കിലും ചിന്തിച്ചോ ഈ കല്ലുകൾക്ക് ഈ രാക്ഷസന്റെ തലയെ അടിച്ച് തകർക്കാനുള്ള ശക്തിയുണ്ടെന്ന്? ജ്ഞാനം അവർ ചോദിച്ചില്ല. ദൈവത്തിന്റെ പരിശുദ്ധ